വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. ഇതിൽ ഓരോ സമ്മേളനങ്ങളെ കുറിച്ചും ആ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇല്ലേ. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് ക്ലാസ് കേട്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിച്ചു വെക്കുക കേട്ടോ. INC രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സിദ്ധാന്തത്തിന്റെ പേരുണ്ട്. INC രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന സിദ്ധാന്തം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയും. എന്താണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം? ഇത് INC രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ INC രൂപീകരണവുമായി ബന്ധപ്പെട്ട തിയറിയാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം, അല്ലെങ്കിൽ എന്താ പറയുന്നത്? സുരക്ഷാ വാൽവ് തിയറി എന്നൊക്കെ പറയുന്നത്. ഇനി INC എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന രൂപം നൽകിയ വ്യക്തി ആരാണ്? INC രൂപം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് A.O. ഹ്യൂം എന്നാണ്. അലൻ ഒക്ടോവിയൻ ഹ്യൂം. അലൻ ഒക്ടോവിയൻ ഹ്യൂം അഥവാ A.O. ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച ആള്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിർമ്മാതാവ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ആരാണ്? അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപീകരണം നൽകിയത് ആരാണ്? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയണ്ടേ? A.O. ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയുടെ പേരാണ് പറയേണ്ടത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ INC രൂപീകരിച്ച വ്യക്തി അലൻ ഒക്ടോവിയൻ ഹ്യൂം അഥവാ A.O. ഹ്യൂം എന്ന് പറയുന്ന ആളാണ് അല്ലെ. INCയുടെ പിതാവ്, INCയുടെ നിർമ്മാതാവ്, INCയുടെ ആദ്യത്തെ സെക്രട്ടറി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെന്നെയാണ്? A.O. ഹ്യൂം തന്നെയാണ്. ഇനി അടുത്ത എന്താ പറഞ്ഞത് നമ്മള്? INC രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരു സിദ്ധാന്തം ഉണ്ട്. സിദ്ധാന്തത്തിന്റെ പേര് സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്നാണ്. ഇനി INC രൂപീകരിച്ചപ്പോ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഡഫറിൻ പ്രഭുവാണ്. അപ്പൊ INC രൂപീകരണ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരാണ്? ഡഫറിൻ പ്രഭുവാണ്. INC രൂപീകരണ സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ്? ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്? INC രൂപീകരണ സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് റാൻഡോൾഫ് ആണ്. റാൻഡോൾഫ്. അപ്പോ ലോർഡ് റാൻഡോൾഫ് അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? ലാൻഡോൾഫ് പ്രഭു. ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ. മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയുണ്ട്. ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ അഥവാ ലാൻഡോൾഫ് ചർച്ചിൽ എന്ന് പറയുന്ന പ്രഭുവാണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞ INC രൂപീകരണവുമായി ബന്ധപ്പെട്ട തിയറി സുരക്ഷാ വാൽവ് തിയറി. INCക്ക് രൂപം നൽകി A.O. ഹ്യൂം, INCയുടെ പിതാവ്, INCയുടെ നിർമ്മാതാവ്, INCയുടെ ആദ്യത്തെ സെക്രട്ടറി A.O. ഹ്യൂം, INC രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ഡഫറിൻ പ്രഭു, INC രൂപീകരണ സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് റാൻഡോൾഫ് ചർച്ചിൽ പ്രഭു. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി INCക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഈ സംഘടനയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകാം എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ദാദാഭായ് നവറോജിയാണ് INCക്ക് പേര് നൽകിയത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയത് ദാദാഭായ് നവറോജി. ഇനി INC രൂപീകരണത്തിന് മുമ്പ്, ഈ പേരുള്ളതിന് മുമ്പ് ഇതിന്റെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഇന്ത്യൻ നാഷണൽ യൂണിയൻ. അപ്പൊ INCയുടെ ആദ്യ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. INCയുടെ ആദ്യ പേരെന്തായിരുന്നു? ആദ്യകാല നാമം എന്തായിരുന്നു? ആദ്യകാലങ്ങളിൽ INC അറിയപ്പെട്ടത് എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. എന്നിട്ട് INC രൂപീകരിക്കണേ 1885 ഡിസംബർ മാസം 28-ാം തീയതിയാണ്. 1885 ഡിസംബർ മാസം 28-ാം തീയതി INC രൂപീകരിച്ചു. ഈ രൂപീകരിച്ച ദിവസം തന്നെ INC
സിയുടെ ആദ്യത്തെ സമ്മേളനവും നടന്നു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1885 ഡിസംബർ 28-നാണ്. ക്ലിയർ ആയോ? എവിടെയാണ് നടന്നത്? ബോംബെയിലാണ് നടന്നത്. എവിടെയാണ് നടന്നത്? ബോംബെയിലാണ് നടന്നത്. ബോംബെയിൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് നടന്നത്. ബോംബെയിൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് എന്ത് നടന്നത് എന്നാ പറയണേ? INCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. വർഷം എന്നാന്ന് പറഞ്ഞു? 1885 ഡിസംബർ 28 പറഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എവിടെയാന്ന്? പൂന. എന്തുകൊണ്ടാണ് എന്നിട്ട് പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയതെന്നും ചോദിച്ചിട്ടുണ്ട്. പ്ലേഗ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് പൂനെയിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം എങ്ങോട്ട് മാറ്റി? നമ്മുടെ ബോംബെയിലേക്ക് മാറ്റി എന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം 72ആണ്. 72 ആൾക്കാര് പങ്കെടുത്തു. ക്ലിയർ ആയോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്, ആദ്യ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി ആണ്. ക്ലിയർ ആയോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നു ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ 1885 ഡിസംബർ മാസം 28 ആദ്യ സമ്മേളനത്തിൽ 72 അംഗങ്ങൾ പങ്കെടുത്തു. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഹ്യൂം ആണ്. ആദ്യ പ്രസിഡന്റിന്റെ പേരും പറഞ്ഞു, WC ബാനർജി ആണ് അല്ലെ. ഇനി INCയില് ആദ്യത്തെ സമ്മേളനത്തിൽ 9 പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. എത്ര പ്രമേയം? 9 പ്രമേയങ്ങൾ അവതരിപ്പിച്ചതിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് INCയുടെ കോൺഫറൻസിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു. ആരാണ്? G സുബ്രഹ്മണ്യ അയ്യർ. ആദ്യ സമ്മേളനത്തില് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന വ്യക്തിയാണ്. INCയുടെ ആദ്യ കോൺഫറൻസിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. അപ്പൊ ഇത്രയും പറയുമ്പോൾ ആദ്യത്തെ സമ്മേളനം നമ്മളിവിടെ തീരാണ്. ഇനി ഓരോ സമ്മേളനങ്ങൾ നമുക്ക് ഇങ്ങനെ പഠിക്കണം. അപ്പൊ നമ്മൾ ഒന്നും കൂടെ പറഞ്ഞേ, INC രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരു സിദ്ധാന്തം ഉണ്ട്. അതിന്റെ പേര് സുരക്ഷാ വാൽവ് സിദ്ധാന്തം അഥവാ സേഫ്റ്റി വാൽവ് തിയറി എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം നൽകിയത് ആര്? അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിർമ്മാതാവ് എന്ന് പറയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് ആര്? ഒക്കെ ചോദിച്ചാൽ നമ്മൾ ഹ്യൂം അഥവാ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് പറയണം. INC രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ഡഫറിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പദവിയിൽ ഉണ്ടായിരുന്നത് റാൻഡോൾഫ് ചർച്ചിൽ എന്ന് പറയുന്ന പ്രഭുവായിരുന്നു. INC ആദ്യകാലത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. ഇതിനാൽ INC എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ മാസം 28 ആ സംഘടനയുടെ ആദ്യ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പൂനെയിലായിരുന്നു. പക്ഷെ പ്ലേഗ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലേക്ക് മീറ്റിംഗ് മാറ്റി. 72 പ്രതിനിധികൾ ഉണ്ടായിരുന്നു ഈ സമ്മേളനത്തില്. അതിന്റെ പ്രസിഡന്റ് WC ബാനർജിയും സെക്രട്ടറി ഹ്യൂമുമായിരുന്നു. 9 പ്രമേയങ്ങൾ അവതരിപ്പിച്ചതിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? G സുബ്രഹ്മണ്യ അയ്യർ ആണ്. ഈ INC കോൺഫറൻസിൽ ആദ്യത്തെ കോൺഫറൻസിൽ പങ്കെടുത്ത മലയാളി ആരായിരുന്നു? GP പിള്ളയായിരുന്നു. ഇത്രയും കാര്യം മനസ്സിലായില്ലേ മക്കളെ നിങ്ങൾക്ക്? ഇനി INCയുടെ രണ്ടാമത്തെ സമ്മേളനം നടക്കാണ്, സെക്കൻഡ് കോൺഫറൻസ് നടക്കാണ്. 1886 നടന്നത്. കൽക്കത്തയിലാണ് നടന്നത്. 1886 കൽക്കത്തയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ദാദാബായ് നവറോജിയാണ്. INCയുടെ രണ്ടാമത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ദാദാബായ് നവറോജിയാണ്. ഈ ദാദാബായ് നവറോജിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യത്തെ
പാഴ്സി പ്രസിഡന്റ് ആണ്. INC പ്രസിഡന്റായ ആദ്യത്തെ പാഴ്സി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ്. ഇദ്ദേഹം 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ 3 തവണ INC പ്രസിഡന്റ് ആയ വ്യക്തിയും ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ സമ്മേളനം 1886 കൽക്കത്തയിൽ നടക്കുകയാണ്. കൽക്കത്തയിലെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി ആയിരുന്നു. ഇദ്ദേഹം INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ പാഴ്സി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. 3 തവണ INC പ്രസിഡന്റ് ആയ വ്യക്തിയാണ്. മൂന്നാമത്തെ സമ്മേളനം 1887 അത് നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസിലാണ് എന്ന് നമ്മൾ പറയും. മദ്രാസില് ഇതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ബദറുദ്ദീൻ തിയാബ്ജി എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പൊ ബദറുദ്ദീൻ തിയാബ്ജി ആണ് മൂന്നാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. മദ്രാസിലാണ് സമ്മേളനം നടന്നത്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ മുസ്ലിമാണ് ബദറുദ്ദീൻ തിയാബ്ജി. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ മുസ്ലിമാണ്. INC സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് ഏതാ? നമ്മുടെ മദ്രാസ്. അപ്പൊ 2 പ്രത്യേകതകളാണ്. ആദ്യമായി ഒരു മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള ആള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് 1887 മദ്രാസ് കോൺഫറൻസിലാണ് അല്ലെ. ഇനി INCയുടെ ആദ്യത്തെ സമ്മേളനം, ഒരു ദക്ഷിണേന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ സമ്മേളനം 1887 മദ്രാസ് സമ്മേളനമാണ്. ഇനി നാലാമത്തെ ഫോർത്ത് സമ്മേളനം നമ്മൾ നോക്കുമ്പോൾ അത് 1888 നടന്നത്. 1888 നടന്നു. 1888 നടന്ന സമ്മേളനം നടന്ന സ്ഥലം അലഹബാദ് ആണ്. എവിടെയാണ് നടന്നത്? അലഹബാദിലാണ് നടന്നത്. അലഹബാദില് ആരായിരുന്നു അന്നത്തെ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ജോർജ് യൂൾ ആയിരുന്നു. ആരാണ്? ജോർജ് യൂള്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് യൂളിന്റെ പേര് പറയണം. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ആരാണ്? ജോർജ് യൂളാണ്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. 1889 നടന്നത് ബോംബെയിലാണ്. അതിന്റെ പ്രസിഡന്റിന്റെ പേര് വില്യം വേഡർ ബാൻ എന്നാണ്. വില്യം വേഡർ ബാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഇദ്ദേഹം രണ്ടാമത്തെ വിദേശിയാണ്. INC പ്രസിഡന്റ് ആയിട്ടുള്ള വിദേശികള്, INC പ്രസിഡന്റ് ആയിട്ടുള്ള വനിതകള്, ഇവരൊക്കെ തന്നെ വളരെ പ്രധാനമാണ്. ഇദ്ദേഹം 2 തവണ പ്രസിഡന്റ് ആയിട്ടും കൂടി ഉണ്ട്. ആര്? വില്യം വേഡർ ബാൻ എന്ന് പറയുന്ന ആള്. ക്ലിയർ ആയോ? ഇനി 1890 അടുത്ത മീറ്റിംഗ് നടന്നത് കൽക്കത്തയിലാണ്. എവിടെയാണ്? കൽക്കത്തയിലാണ്. കൽക്കത്തയിൽ നടന്നപ്പോൾ അതിന്റെ എന്താ പറയാ പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്തയായിരുന്നു. ആരാണ്? ഫിറോസ് ഷാ മേത്ത. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? INCയുടെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ്. രണ്ടാമത്തെ പ്രസിഡന്റ്. അപ്പൊ ഇത്രയും കാര്യം 90 വരെയുള്ളതൊന്നും നമ്മൾ പഠിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം എവിടെയാ നടന്നതെന്നാ നമ്മൾ പറഞ്ഞ്? ബോംബെയിൽ നടന്നു അല്ലെ. ബോംബെയിലാണ് നടന്ന ആദ്യ പ്രസിഡന്റ് ആരാ? ആദ്യത്തെ ഒന്നും കൂടി ഞാൻ എഴുതാം. ആദ്യത്തെ നിങ്ങൾക്ക് ഓർമ്മ വരാൻ 1885 നടന്നു. ആദ്യത്തെ പ്രസിഡന്റ് എവിടെയാ നടന്നത്? ബോംബെയിലാണ് നടന്നത്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്നു. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി. അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും എന്ന് നമുക്ക് പഠിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സമ്മേളനത്തിന്റെ വേദി മദ്രാസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ വിദേശി പ്രസിഡന്റ് വില്യം വേഡർ ബാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 2 തവണ പ്രസിഡന്റ് ആകുന്ന വിദേശി വില്യം വേഡർ ബാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. ക്ലിയർ ആയോ മക്കളെ? ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുള്ളത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? 1890 വരെയുള്ള മീറ്റിംഗ്
ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ 1891 എല്ലാ വർഷങ്ങളൊന്നും പഠിക്കണ്ട, എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ പഠിക്കാണ്ട് പറ്റില്ല. 1891 നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗ് നടന്നേട്ടാ. നാഗ്പൂരില് പി അനന്ത ചാർലു, ആരാണ്? പി അനന്ത ചാർലു എന്ന് പറയുന്ന ആളായിരുന്നു അതിന്റെ പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്തത്, ഇയാള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ. ഇപ്പൊ നമ്മൾ നേരത്തെ ആദ്യ വിദേശി അല്ലെ, ആദ്യത്തെ പാഴ്സി മതവിഭാഗക്കാരൻ, ആദ്യ മുസ്ലിം പ്രസിഡന്റ് എന്നൊക്കെ പഠിച്ചു അല്ലെ. മുസ്ലിം ആരാ? ബദറുദ്ദീൻ ദിയാബ്ജി. ആദ്യ പാഴ്സി ആരാ? ദാദാബായ് നവറോജി. ആദ്യത്തെ വ്യക്തി ആരാ? WC ബാനർജി അല്ലെ. ഇനി അടുത്തത് രണ്ടാമത്തെ വിദേശി ആരാ? വില്യം വേഡർബാൻ. ആദ്യ വിദേശി ആരാ? ജോർജ് യൂളർ അല്ലെ. രണ്ടാമത്തെ പാഴ്സി ആരാ? ഫിറോസ് ഷാ മേത്ത. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ ആരാ? പി ആനന്ദ ചാർലു ആണ്. അപ്പോ നാഷണൽ എന്ന പദം കോൺഗ്രസിൽ ചേർക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തത് നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നാഷണൽ എന്ന പേര് ചേർത്ത് INC എന്ന ഇത് അറിയപ്പെടാൻ തുടങ്ങിയത് 1891 നാഗ്പൂർ സമ്മേളനത്തിൽ തുടങ്ങിയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് 1894 സമ്മേളനമാണ്. അത് നടന്നത് മദ്രാസിലാണ്. എവിടെയാ നടന്നത്? മദ്രാസിൽ കേട്ടോ. മദ്രാസിൽ നടന്നു. അതിന്റെ പ്രസിഡന്റ് ആൽഫ്രഡ് വെബ് ആയിരുന്നു. ആരാ മക്കളെ? ആൽഫ്രഡ് വെബ്. അപ്പൊ INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വിദേശി. INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വിദേശി. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ആരാണ്? ജോർജ് യൂൾ ആണ്. INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശി ആരാണ്? വില്യം വേഡർബാൻ ആണ് അല്ലെ. വില്യം വേഡർബാൻ ആണ്. INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വിദേശി ആരാണ്? ആൽഫ്രഡ് വെബ് ആണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആൽഫ്രഡ് വെബ്. അപ്പൊ 1894 മദ്രാസ് കോൺഫറൻസിൽ വെച്ചാണ് ആൽഫ്രഡ് വെബ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1896 കൽക്കത്ത സമ്മേളനം. 1896 കൽക്കത്ത സമ്മേളനം ധാരാളം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി എന്ന് പറയുന്ന ആളാണ്. റഹ്മത്തുള്ള സയാനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് വന്ദേ മാതരം ആലപിക്കുന്നത്. അപ്പൊ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1896 കൽക്കത്ത സമ്മേളനം. അവിടെ വന്ദേ മാതരം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആര് അധ്യക്ഷനായിരുന്ന സമയത്താണ് വന്ദേ മാതരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പാടിയത്? റഹ്മത്തുള്ള സയാനി. അപ്പോ വന്ദേ മാതരം ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1896 കൽക്കത്ത സമ്മേളനം. 1896 കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. 1896 കൽക്കത്ത സമ്മേളനത്തില് വന്ദേ മാതരം ആലപിച്ച വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്തത് 1897 അമരാവതി സമ്മേളനം. PSCക്ക് അടുത്ത ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് അമരാവതിയിലെ ഈ എന്താ പറയാ അധ്യക്ഷനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും C ശങ്കരൻ നായരാണ്. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? INC പ്രസിഡന്റ് ആയ ആദ്യ മലയാളിയാണ് C ശങ്കരൻ നായർ. അപ്പൊ C ശങ്കരൻ നായർ INC പ്രസിഡന്റ് ആയത് ഏത് വർഷം? 1897. C ശങ്കരൻ നായർ INC പ്രസിഡന്റ് ആയ സമ്മേളനം ഏതാണ്? അമരാവതി സമ്മേളനം. INC പ്രസിഡന്റ് ആയ ആദ്യ മലയാളി ആരാണ്? C ശങ്കരൻ നായരാണ്. അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് 1899 നടന്ന സമ്മേളനമാണ്. സമ്മേളനം നടന്നത് ലക്നൗ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ രാമേഷ് ചന്ദർ ദത്ത. ആരാണ്? രാമേഷ് ചന്ദർ ദത്ത. രാമേഷ് ചന്ദർ ദത്ത എന്ന് പറയുന്ന ആളാണ് അതിന്റെ ആരായിരുന്നത്? പ്രസിഡന്റ് ആയിരുന്നത്. INCക്ക് ഒരു ഭരണഘടന വേണം. INCക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട സമ്മേളനം. INCക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട സമ്മേളനം. അപ്പൊ നമുക്കൊന്നും കൂടെ പറയാം. INC പ്രസിഡന്റ് ആയ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് പി ആനന്ദ ചാർലു. INC സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ്
ഏതാണ്? മദ്രാസ്. INC പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് പി ആനന്ദചാർലു. INC പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്. INC പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂള, രണ്ടാമത്തെ വിദേശി വില്യം വേർഡർബാൻ, മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്. INC പ്രസിഡന്റ് ആയിട്ടുള്ള മലയാളി സി ശങ്കരൻ നായർ. ശ്രീ ശങ്കരൻ നായർ INC പ്രസിഡന്റ് ആയത് ഏത് വർഷം? 1897. സി ശങ്കരൻ നായർ INC പ്രസിഡന്റ് ആയ സമ്മേളനം എവിടെയാണ്? അമരാവതി സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനം ഏതാണ്? 1896 കൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആലപിച്ചത് ഏത് സമ്മേളനത്തിൽ? കൽക്കത്ത സമ്മേളനത്തിൽ. വന്ദേ മാതരം ആലപിച്ചപ്പോ ആരായിരുന്നു INC പ്രസിഡന്റ്? റഹ്മത്തുള്ള സയാനി. റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായിരിക്കെ 1896 കൽക്കത്ത സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആര് INC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്? രമേശ് ചന്ദർ ദത്ത. ഇനി അടുത്തത് 1901 കൽക്കത്ത സമ്മേളനം. 1901 കൽക്കത്ത സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? കൽക്കത്ത സമ്മേളനത്തിന് ദിൻഷാ ഇ വാച്ച എന്ന് പറയുന്ന ആളായിരുന്നു അതിന്റെ അധ്യക്ഷൻ, ദിൻഷാ ഇ വാച്ച. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് 1901 കൽക്കത്ത സമ്മേളനം. അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ദിൻഷാ വാച്ചയായിരുന്നു. ക്ലിയർ ആയോ? ഇനി അടുത്തത് 1904 വീണ്ടും ഒരു സമ്മേളനം ബോംബെയിൽ നടക്കുകയാണ്. ബോംബെയിൽ ആദ്യത്തെ സമ്മേളനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഹെൻറി കോട്ടൺ എന്ന് പറയുന്ന ആളായിരുന്നു അവിടത്തെ ഹെൻറി കോട്ടൺ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾക്ക്? INC പ്രസിഡന്റ് ആയ നാലാമത്തെ വിദേശി. ഇപ്പൊ ജോർജ് യൂള അല്ലെ, ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റിന്റെ പേര് ജോർജ് യൂള. രണ്ടാമത്തെ പ്രസിഡന്റിന്റെ പേര് വില്യം വേർഡർബാൻ. മൂന്നാം പ്രസിഡന്റ് പറഞ്ഞ മീൻസ് വിദേശി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വിദേശി പ്രസിഡന്റ് ജോർജ് യൂൾ. രണ്ടാമത്തെ വിദേശി പ്രസിഡന്റ് വില്യം വേർഡർബാൻ. മൂന്നാമത്തെ വിദേശി പ്രസിഡന്റ് ആൽഫ്രഡ് വെബ്. നാലാമത്തെ വിദേശി പ്രസിഡന്റ് ആരാണ്? ഹെൻറി കോട്ടൺ. നാലാമത്തെ ആള് ഹെൻറി കോട്ടൺ. ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? അടുത്തത് 1905 വളരെ പ്രസിദ്ധമായിട്ടുള്ള സമ്മേളനമാണ് ബനാറസ് സമ്മേളനം. ബനാറസ് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് 1905 ബനാറസ് സമ്മേളനത്തിലാണ്. ആദ്യമായിട്ട് സ്വദേശി എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമ്മേളനം 1905 ബനാറസ് സമ്മേളനം. ഇനി അടുത്തത് 1905 ബംഗാൾ വിഭജനം നടക്കണേന്ന് നമുക്കറിയാം. അപ്പൊ ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെ പറയണം. 1905 ബനാറസില് കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ്. ഗോഖലെയാണ് അധ്യക്ഷൻ. അപ്പോ ചോദിക്കാം, 1905 ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗോഖലെ. ഇന്ത്യയില് ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഗോഖലെ. സ്വദേശി എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1905 ബനാറസ് സമ്മേളനം. ക്ലിയർ ആയോ? ഇനി 1906 അടുത്ത സമ്മേളനം നടന്നു. കൽക്കത്തയിലാണ് നടന്നത്. കൽക്കത്ത. ആരായിരുന്നു? ദാദാബായ് നവറോജി ആയിരുന്നു പ്രസിഡന്റ്. കൽക്കത്തയിൽ ദാദാബായ് നവറോജി ആയിരുന്നു പ്രസിഡന്റ്. ഇവിടെ സ്വരാജ് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. അപ്പൊ സ്വദേശി എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബനാറസ് സമ്മേളനത്തിലാണെങ്കിൽ സ്വരാജ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സമ്മേളനം ഏതാണ്? സ്വരാജ് കൽക്കത്ത സമ്മേളനം. ഇനി 1907 സൂററ്റ് സമ്മേളനം, ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന സമ്മേളനം. സൂററ്റ് സമ്മേളനം അധ്യക്ഷനാരാണ് ചോദിച്ചിട്ടുണ്ട്? റാഷ് ബിഹാരി ഘോഷ്. റാഷ് ബിഹാരി ഘോഷ് ആണ് സൂററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അറിയേണ്ടത് സൂററ്റ് സ്പ്ലിറ്റ് സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ
അധ്യക്ഷൻ ആരാണ്? അല്ലെങ്കിൽ മിതവാദികൾ അതുപോലെ തന്നെ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിയാണ് അല്ലെ കോൺഗ്രസ്സുകാര്. അത് ഏത് സമ്മേളനത്തിലാണ് എന്ന് ചോദിക്കാം. 1907 സൂററ്റ് സമ്മേളനത്തിലാണ്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? റാഷ് ബിഹാരി ഘോഷ് ആണ്. അടുത്തത് 1908 ആദ്യമായിട്ട് ഒരു ദക്ഷിണേന്ത്യൻ നഗരം ഏതായിരുന്നു? മദ്രാസ് ആയിരുന്നു. ആ മദ്രാസിൽ വീണ്ടും വരികയാണ്. മദ്രാസിൽ വീണ്ടും ആരെന്നെ? റാഷ് ബിഹാരി ഘോഷ് തന്നെ എന്ത് ആവാണ്? നമ്മുടെ പ്രസിഡന്റ് ആവാണ്. കോൺഗ്രസിന് ഒരു ഭരണഘടന രൂപീകരിച്ചു. അപ്പൊ കോൺഗ്രസിന് ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ബോസ്. കോൺഗ്രസിന് ഭരണഘടന രൂപീകരിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ച്? 1908 മദ്രാസ് സമ്മേളനത്തിൽ വെച്ച്. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് കോൺഗ്രസ്സുകാർ പിരിഞ്ഞപ്പോ അതിന്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1906 കൽക്കത്ത സമ്മേളനത്തിൽ. സ്വദേശി മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് 1905 ബനാറസ് സമ്മേളനത്തിൽ. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. നാലാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന വിദേശി ഹെൻറി കോട്ടൺ. ഇനി അടുത്തത് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1901 കൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്തപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? ദിൻഷാ ഇ വാച്ച. 1908 വരെയുള്ളത് ഒരുവിധം തീരുമാനമായില്ലേ? ഇനി 1909 സമ്മേളനത്തെ കുറിച്ച് പറയുന്നു. 1909 ലാഹോറിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മദൻ മോഹൻ മാളവ്യയാണ്. അപ്പൊ മദൻ മോഹൻ മാളവ്യ അധ്യക്ഷനായ സമ്മേളനം 1906 എന്താണ്? 1909 ഇത് ചോദിക്കാറുള്ളത്. മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ മിന്റോ മോർലി 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ആ മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ? ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ ആയിരുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനഗണമന ആലപിച്ചത് 1911 എന്ന് നമ്മള് ഇന്ത്യ ഫാക്സ് പഠിച്ചപ്പോ പഠിച്ചു. 1911 കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ BN ദർ എന്ന് പറയുന്ന ആളായിരുന്നു. 1911 കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ BN ദർ ആണ്. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനമാണ് 1911 കൽക്കത്ത സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ BN ദർ ആണ്. അത് ആലപിച്ചത് സർലാദേവി ചൗധരിയാണ്. അടുത്തത് 1912 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ബീഹാറില് ബങ്കിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുകയാണ്. അവിടെ RN മധോൽക്കർ. ആരാണ്? RN മധോൽക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്താ? RN മധോൽക്കർ മധോൽക്കർ എന്ന് പറയുന്ന ആളാണ് അതിന്റെ അധ്യക്ഷൻ. ഇവിടെ ജവഹർലാൽ നെഹ്റു പങ്കെടുക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ്? ഗാന്ധിജി പങ്കെടുത്തപ്പോ ആരായിരുന്നു? 1901 കൊൽക്കത്ത സമ്മേളനത്തിൽ ദിൻഷാ ഇ വാച്ചയായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനമാണ്. RN മധോൽക്കർ ആണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് 1916 സമ്മേളനം പഠിച്ചാൽ മതി. 1916 ലക്നൌവിലാണ് സമ്മേളനം നടന്നത്. ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ AC മജുംദാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. AC മജുംദാർ. എന്താണ് 1916 ലക്നൗ സമ്മേളനത്തിന്റെ പ്രത്യേകത? നേരത്തെ പിരിഞ്ഞ മിതവാദികളും അതുപോലെ തന്നെ തീവ്രവാദികൾ രണ്ടുപേരും കൂടി ഒന്നായി ചേർന്നു. ഇവർ രണ്ടുപേരും കൂടി കൂടിച്ചേർന്നു. നേരത്തെ സ്പ്ലിറ്റ് ആയിരുന്നു അല്ലെ. ഇനി ഇവര് കൂടിച്ചേർന്ന പോലെ തന്നെ ഗാന്ധിജിയും അതുപോലെ തന്നെ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടി. രണ്ടുപേരും കണ്ടുമുട്ടി. INC മുസ്ലിം ലീഗും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചു. അപ്പൊ ലക്നൗ ഉടമ്പടി എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ ലക്നൌവിൽ തന്നെ. അപ്പൊ ലക്നൗ ഉടമ്പടിയുടെ വർഷമാണ് നമ്മൾ ഓർക്കേണ്ടത് 1916. അതിന്റെ നേതാവ് അല്ലെങ്കിൽ അധ്യക്ഷൻ AC മജുംദാർ ആണ്. മിതവാദി തീവ്രവാദികളെ ലയിച്ചു. അതുപോലെ തന്നെ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടി. INC മുസ്ലിം ലീഗും കൂടി ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കാമെന്നൊരു തീരുമാനത്തിലൊക്കെ എത്തി.
ഇനി അടുത്തത് 1917 ഇതും കൂടെ പഠിച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 1917 കൽക്കത്തയിൽ ഒരു സമ്മേളനം നടക്കുകയാണ്. വളരെ പ്രധാനമാണ്. ആനി ബസന്റ് ആണ് അവിടെ വനിത എന്താ പറയുന്നത് പ്രസിഡന്റ് ആകുന്നത് അല്ലെ. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത എന്നും INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശ വനിത എന്നും രണ്ട് ബഹുമതികളാണ് ഇവർക്കുള്ള. അപ്പൊ ഇത്ര നേരം നമ്മൾ വിദേശികളെ പഠിച്ചു, ഇവിടെ വിദേശ വനിതയാ പഠിക്കണേ. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശ വനിതയാണ് ആനി ബസന്റ്. ആനി ബസന്റ് ഏത് സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ആയത്? 1917 കൽക്കത്ത സമ്മേളനത്തിലാണ്. മിതവാദികൾ തീവ്രവാദികൾ ലയിച്ച INC സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. ഗാന്ധിജിയും നെഹ്റുവും എന്താ പറയാ കണ്ടുമുട്ടിയ സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചപ്പോ ആരായിരുന്നു INC പ്രസിഡന്റ്? AC മഞ്ജുംദാർ ആയിരുന്നു. നീ നെഹ്റു ആദ്യമായി പങ്കെടുത്തത് 1912 ബങ്കിപ്പൂർ സമ്മേളനത്തിലാണ്. 1912 ബങ്കിപ്പൂർ സമ്മേളനത്തിൽ നെഹ്റു പങ്കെടുത്തപ്പോൾ അധ്യക്ഷൻ RN മധോൽക്കർ ആയിരുന്നു. 1911 കൽക്കത്ത സമ്മേളനത്തിന്റെ പ്രത്യേകത ആദ്യമായി ജനഗണമന ആലപിച്ച സമ്മേളനം. ജനഗണമന ആലപിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് BN ദർ. ജനഗണമന ആലപിച്ചത് ആര്? സർലാദേവി ചൗധരി. ഇനി മിന്റോ മോർലി ഭരണപരിഷ്കാരം നടക്കുമ്പോൾ ആരായിരുന്നു INC പ്രസിഡന്റ്? മദൻ മോഹൻ മാളവ്യ. എന്താണ്, എവിടെയാണ് സ്ഥലം എന്ന് ഓർത്താൽ മതി, ലാഹോറിലാണ് നടന്നത്. കാരണം മിന്റോ മോർലി 1909 ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും അല്ലെ. ഇനി അടുത്തത് ആനി ബസന്റും കഴിഞ്ഞ് അടുത്ത സമ്മേളനത്തിലേക്ക് വരികയാണ്. 1919 അമൃത്സറിലാണ്. അമൃത്സർ എവിടെ അറിയാലോ മക്കളെ? പഞ്ചാബിലാണ് അമൃത്സർ. അമൃത്സറിലാണ് സമ്മേളനം നടക്കണേ. ഇവിടെ മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. മോത്തിലാൽ നെഹ്റു ആണ് ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ഇവിടെ ജാലിയൻ വാലാബാഗിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു. ജാലിയൻ വാലാബാഗിനെതിരെ അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് സമ്മേളനം നടക്കുമ്പോൾ ആദ്യം ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്? അതാണ് കൂടുതൽ ചോദിക്കുക. ആരാ? മോത്തിലാൽ നെഹ്റു ട്ടോ. 1920 കൽക്കത്ത സമ്മേളനം. 1920 കൽക്കത്ത സമ്മേളനം. 1920 കൽക്കത്ത സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ? ലാലാ ലജ്പത് റോയ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഒരു പ്രത്യേക സമ്മേളനം. അതായത് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ വിളിച്ചു കൂട്ടുന്ന സമ്മേളനം. അതാണ് പ്രത്യേക സമ്മേളനം. അപ്പൊ ഇവിടെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രമേയം, നിസ്സഹകരണ പ്രസ്ഥാനം അതിന്റെ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടിയതാണ് 1920 കൽക്കത്ത സമ്മേളനം. 1920 കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റോയ്. നിസ്സഹകരണ പ്രസ്ഥാനം പ്രമേയം ഗാന്ധിജി അവതരിപ്പിച്ചത് 1920 കൽക്കത്തയിൽ നടന്ന പ്രത്യേക സമ്മേളനത്തിൽ വെച്ച്. 1920 തന്നെ ശരിക്കുള്ള സമ്മേളനം നടന്നു നാഗ്പൂര് ശരിക്കുള്ള സമ്മേളനം നടന്നപ്പോ വിജയ രാഘവാചാര്യ ആയിരുന്നു പ്രസിഡന്റ്. വിജയ രാഘവാചാര്യ. ഇനി ഇവിടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം പാസ്സാക്കിയത് നാഗ്പൂർ സമ്മേളനത്തില്. അപ്പൊ പ്രമേയം അവതരിപ്പിച്ചത് 1920 അവതരണം 1920 കൽക്കത്തയില്. പ്രമേയം പാസ്സാക്കിയത് 1920 നാഗ്പൂരില്. 1920 കൽക്കത്തയില് നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം ഗാന്ധിജി അവതരിപ്പിച്ചു. ലാലാ ലജ്പത് റോയ് അധ്യക്ഷനായിരിക്കെ 1920 നാഗ്പൂരില് വിജയരാഘവാചാര്യ അധ്യക്ഷനായിരിക്കുമ്പോ നിസ്സഹകരണ പ്രമേയ പ്രസ്ഥാനം പാസ്സാക്കി ട്ടോ. ഇത്രയും കാര്യം ഓർക്കാം. അങ്ങനെ അടുത്തത് 1921 എന്താ ഉണ്ടായേ? അഹമ്മദാബാദില് 1921 അഹമ്മദാബാദ് എവിടെ അറിയാലോ? എവിടെയാണ് അഹമ്മദാബാദ്? ഗുജറാത്തില് അല്ലെ. ഇനി ഇവിടെ രണ്ടുപേരുണ്ട്. ഒന്ന് CR ദാസ്, അടുത്തത് ഹക്കിം അജ്മൽ ഖാൻ. CR ദാസ്, ഹക്കിം അജ്മൽ ഖാൻ രണ്ടു പേരാണ്. ഇനി എന്താ വെച്ചാൽ CR ദാസിനെ എന്താ പറയാ അറസ്റ്റ് ചെയ്തു. അപ്പോ ഹക്കിം അജ്മൽ ഖാൻ വരികയാണ്. അപ്പൊ എന്താണ് CR ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കിം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം. അത്ര ഓർത്താൽ മതി. 1921 എന്താണ് അഹമ്മദാബാദ്. 1922 ഗയേല് സമ്മേളനം. ഗയേല് വീണ്ടും ആരെന്നെയായി? CR ദാസ് തന്നെയായി. CR ദാസ് തന്നെ ഗയേല് വീണ്ടും സമ്മേളനം. ഇത് വളരെ പ്രധാനമാണ്. ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു.
അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായിട്ടുള്ള തീരുമാനമാണിത്. എന്താണ് CR ദാസ് അധ്യക്ഷനായിട്ടുള്ള 1922 ഗയയില്. അപ്പോ എന്താണ് അത് പലർക്കും ഇഷ്ടമായില്ല. അപ്പോ അതിനെതിരെ ഒരു സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും കൂടെ ചെയ്തു. അപ്പൊ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഗയയിലെ സമ്മേളനമാണ്. അപ്പോ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചതും എന്ന് തന്നെയാണ് 1922 ഇത്രയൊന്നും പഠിച്ച മക്കളെ നിങ്ങള്. അതായത് 1919 അമൃത്സറില് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. നമ്മളോട് ചോദിക്കുക എങ്ങനെയാണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്ത് ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ? മോത്തിലാൽ നെഹ്റു. 3 കാര്യങ്ങൾ ഓർക്കാം. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രമേയം അവതരിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം കൽക്കത്തയിൽ ചേർന്ന 1920 പ്രത്യേക സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റോയി ആയിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയത് വിജയരാഘവാചാര്യ അധ്യക്ഷനായിരുന്ന 1920 നാഗ്പൂർ സമ്മേളനമായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് CR ദാസ് അധ്യക്ഷനായിട്ടുള്ള 1922 ഗയ സമ്മേളനമാണ്. 1922 ഗയ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു. 1920 നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം പാസാക്കുന്നു. 1920 പ്രത്യേക കൽക്കത്ത സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം അവതരിപ്പിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം അവതരിപ്പിച്ചപ്പോൾ INC പ്രസിഡന്റ് ലാലാ ലജ്പത് റായ്, നിസ്സഹകരണ പ്രസ്ഥാനം പാസാക്കിയപ്പോൾ INC പ്രസിഡന്റ് വിജയ രാഘവാചാര്യ, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചപ്പോൾ INCയുടെ പ്രസിഡന്റ് CR ദാസ്. ഇനി സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമയത്ത് INC പ്രസിഡന്റ് CR ദാസ്. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം 1922 ഗയ സമ്മേളനം. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1923 കാക്കിനാഡ സമ്മേളനം. 1923 കാക്കിനാഡ സമ്മേളനം ആന്ധ്രാപ്രദേശിലാണ്. മൗലാന മുഹമ്മദ് അലിയാണ് അതിന്റെ അധ്യക്ഷൻ. മൗലാന മുഹമ്മദ് അലി. അപ്പൊ മൗലാന മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്ന 1923 കാക്കിനാഡ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. അപ്പൊ TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ഐത്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് 1922 കാക്കിനാഡ സമ്മേളനത്തിലാണ്. 1922 കാക്കിനാഡ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുമ്പോൾ INC അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം എവിടെ നടന്നു? 1923 നടന്നു. എവിടെ? കാക്കിനാടയിൽ നടന്നു. പല രീതിയിൽ ചോദിക്കാം കേട്ടോ. ഇനി 1923 തന്നെ ഡൽഹിയിൽ ഒരു പ്രത്യേക സമ്മേളനം നടക്കുകയുണ്ടായി. ഡൽഹിയിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് അതിന്റെ എന്താ പറയുന്നത് പ്രസിഡന്റ്. INC പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. INC പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ്. INC പ്രസിഡന്റായ ആദ്യ വിദേശ വനിത ആനി ബസന്റ്. INC പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി WC ബാനർജി. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ പാഴ്സി വിഭാഗക്കാരൻ ആരാണ്? ആദ്യ പാഴ്സി വംശജൻ ദാദാഭായ് നവറോജി. ആദ്യ മുസ്ലിം ബദ്രുദ്ദീൻ തിയാബ്ജി. ആദ്യ വിദേശി ജോർജ് യൂള്. ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ P ആനന്ദ ചാർലു. ആദ്യ എന്താ പറയാ മുസ്ലിം, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ അല്ലെ, ബദ്രുദ്ദീൻ തിയാബ്ജി അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ മാറി മാറി ചോദിക്കാം. അപ്പൊ നമ്മൾ 1923 വരെ പഠിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി 1947 കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമ്മേളനങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള അവിടെ ഇവിടെ നടന്നടക്കം ഉള്ള കുറച്ച് സമ്മേളനങ്ങൾ നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരും. ക്ലിയർ ആയില്ലേ? ഇന്നപ്പോ എക്സാം ഉണ്ട്, എല്ലാവരും എക്സാം എഴുതുക കേട്ടോ. നമ്മുടെ ഇന്ത്യ ഫാക്സ് ആണ് ഇന്ന് എക്സാം ഉള്ളത്. എല്ലാ കുട്ടികളും ഭംഗിയായിട്ട് പഠിച്ചെഴുതുക. ഇന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഞാൻ എന്താ പറയാ ഒരു സ്റ്റേറ്റും അതുപോലെ തന്നെ ഒരു ജില്ലയും ഒരു നവോത്ഥാന നായകനും ഒക്കെ കേട്ടോ. എല്ലാം നോക്കി ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളൂ എല്ലാവരും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെടാൻ ചെന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.